വെൽക്കം ബാക്ക് ടു മാത്സ് ട്യൂഷൻ. നമുക്കിന്ന് ഇൻവേഴ്സ് ട്രിഗണോമെട്രി നോക്കാം. ട്രിഗണോമെട്രി സൈൻ എക്സ് കോസ് ടാൻ അതൊക്കെ അറിയാമല്ലോ. ഇത് നമുക്ക് ഇൻവേഴ്സ് ട്രിഗണോമെട്രി നോക്കാം. സൈൻ ഇൻവേഴ്സ് എക്സ് സൈൻ 30 π/6 1/2. അപ്പം നമുക്കിത് ഇൻവേഴ്സിൽ എങ്ങനെ പറയാം? സൈൻ ഇൻവേഴ്സ് ഓഫ് 1/2 ഈസ് ഈക്വൽ ടു π/6. നമ്മളിവിടെ എക്സിന് സൈൻ ഇൻവേഴ്സ് എക്സ് ഈ എക്സിന് 1/2 കൊടുത്താൽ അത് ഏത് ആംഗിളാണ് ഇവിടെ വരുന്നത് മനസ്സിലായില്ലേ? ഇതാണ് π/6. അപ്പം നമുക്കിതിൽ ഇൻവേഴ്സ് ട്രിഗണോമെട്രിയിൽ കൂടുതലും മെയിനായിട്ട് ചോദിക്കുന്നത് ഗ്രാഫ്. ഇപ്പം സൈൻ ഇൻവേഴ്സ് എക്സ് കോസ് ഇൻവേഴ്സ് എക്സ് ടാൻ ഇൻവേഴ്സ് എക്സ് അധികം ചോദിച്ചിട്ടില്ലെങ്കിൽ അതോടെ ഗ്രാഫ് ഒന്ന് നോക്കാം. ഇപ്പോൾ അങ്ങനെ ചോദിക്കുന്നുണ്ട്. പിന്നെ ഡൊമെയിൻ ആൻഡ് റേഞ്ച് ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ വരും. പിന്നെ പ്രിൻസിപ്പൽ വാല്യൂ എഴുതാൻ നല്ല ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യനാണ്. അല്ലാതെ ഒരു ക്വസ്റ്റ്യനും ഉണ്ടല്ലോ, അങ്ങനെ നോക്കാം. സൈൻ ഇൻവേഴ്സ് എക്സ് നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഇതിൻ്റെ ഡൊമെയിൻ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ എക്സിന് കൊടുക്കുന്ന വാല്യൂ അല്ലേ? സൈൻ എക്സിന് നമ്മൾ മാക്സിമം വാല്യൂ എത്രയാണ്? 1. മിനിമം വാല്യൂ -1. ഇവിടെ 1ഉം -1ഉം ക്ലോസ്ഡ് ആണ് കേട്ടോ. എക്സിന് നമുക്ക് 1 കൊടുക്കാം, -1 കൊടുക്കാം, അതിൻ്റെ ഇടയിലുള്ള ഏത് നമ്പറും കൊടുക്കാം. ഇനി റേഞ്ച് പ്രിൻസിപ്പൽ ബ്രാഞ്ച് എന്ന് പറയുന്നത് ഇപ്പം -1 വരണമെന്നുണ്ടെങ്കിൽ -π/2 1/2 ക്ലോസ്ഡ് ഇൻ്റർവൽ. വാട്ട് ഈസ് ദ ഡൊമെയിൻ ഓഫ് സൈൻ ഇൻവേഴ്സ് എക്സ് എന്ന് ചോദിച്ചാൽ ക്ലോസ്ഡ് ഇൻ്റർവൽ -1 1 റേഞ്ച് -π/2 ടു π/2. നമുക്ക് ഇതിൻ്റെ ഗ്രാഫ് ഒന്ന് നോക്കാം. -1 1 π/2 -π/2 -1 അല്ലേ? -1 കിട്ടണമെങ്കിൽ ഏതാണ്? -π/2 0 0. പോസിറ്റീവ് 1 കിട്ടണമെങ്കിൽ π/2 1/2. ഇവിടെ നമുക്കിതിൻ്റെ ഗ്രാഫ് വരുന്നത് ഇങ്ങനെ വരയ്ക്കാം. എന്നിങ്ങനെ വരും. ഇത് നമുക്കിങ്ങനെ ഒരു ഗ്രാഫ് വന്നിട്ട് ഐഡൻറ്റിഫൈ ദ ഗ്രാഫ് അങ്ങനെ ചോദിച്ച് സൈൻ ഇൻവേഴ്സ് എക്സ് അത്രയേ ഉള്ളൂ. -1ന് -π/2, പോസിറ്റീവ് 1ന് +π/2. എന്നിട്ട് ഇങ്ങനെ വരച്ചാൽ മതി. കോസ് ഇൻവേഴ്സ് എക്സ് കോസ് ഇൻവേഴ്സ് എക്സിനും സൈൻ ഇൻവേഴ്സ് എക്സിനും ഡൊമെയിൻ എന്ന് പറയുന്നത് -1 1. എന്തെന്നറിയാമോ? മാക്സിമം വാല്യൂ സൈൻ എക്സ് ആൻഡ് കോസ് എക്സ് 1. അതുപോലെ തന്നെ മിനിമം വാല്യൂ -1 താഴത്തിൽ 1 കൂടത്തുമില്ല. ഇവിടെയും ഇതിൻ്റെ ഡൊമെയിൻ എന്താ? -1 1. പക്ഷെ ഇവിടെ റേഞ്ച് മാറും. കോസ് 0 ആണ് 1, കോസ് π ആണ് -1. 0 π ക്ലോസ്ഡ് ഇൻ്റർവൽ. -1 വരുന്നത് കോസ് π, 1 വരുന്നത് കോസ് 0. നമുക്കിതിൻ്റെ ഗ്രാഫ് ഒന്ന് നോക്കാം. -1 1 π/2 -1 വരുന്നത് ഏതാ നമുക്കറിയാലോ? കോസ് π. കോസ് 90 0 അല്ലേ? 0 വരുന്നത് π/2. പിന്നെ കോസ് 0 ആണ് 1. ഇങ്ങനെയാണ് സ്റ്റോപ്പ് ആകും. ഇതാണ് കോസ് ഇൻവേഴ്സ് എക്സ്.
ടാൻ ഇൻവേഴ്സ് എക്സ്. നമുക്ക് ഇവിടെ എക്സിന് എന്ത് നമ്പർ കൊടുക്കാം, ഏത് റിയൽ നമ്പറും കൊടുക്കാം. ഡൊമെയിൻ റേഞ്ച് എന്ന് പറയുന്നത് -π/2 to π/2. പക്ഷെ ഇവിടെ നമ്മൾ ഓപ്പൺ ആണ്. എന്തുകൊണ്ടാണ്? ടാൻ 90 നോട്ട് ഡിഫൈൻഡ് ആണ്. അതുകൊണ്ടാണ് നമ്മളിവിടെ π/2 -π/2 ഇൻക്ലൂഡ് ചെയ്യുന്നില്ല. ഓപ്പൺ ഇൻ്റർവെല്ലാണ്. നമ്മൾ ചിലപ്പോൾ ഇങ്ങനെയൊക്കെ ഇടും, ചിലപ്പോൾ ഇങ്ങനെയൊക്കെ ഇടും. പക്ഷേ നമ്മൾ ഈ ഡൊമെയിനൊക്കെ അല്ലെങ്കിൽ ഇങ്ങനെ ഇൻ്റർവെൽ എഴുതുമ്പോൾ അത് ശ്രദ്ധിച്ചെഴുതണം. കാരണം ഇവിടെ ഓപ്പൺ ആണെങ്കിൽ എന്താണ്, ഇത് രണ്ടും ഇൻക്ലൂഡ് ചെയ്യുന്നില്ല. ക്ലോസ്ഡ് ആണെങ്കിൽ ആ രണ്ട് നമ്പറും ഇൻക്ലൂഡ് ചെയ്യും, അതിനിടയിലുള്ള വാല്യൂസ്. അതാണ് ഓപ്പണും ക്ലോസ്ഡും തമ്മിലുള്ള വ്യത്യാസം. ഇതിൻ്റെ ഗ്രാഫ് കൂടെ നോക്കാം. ഓപ്പൺ അല്ലേ, അപ്പം നോക്കി ഇതിനകത്ത് 0 ഇങ്ങനെ പോകും. ടാൻ ഇൻവേഴ്സ് എക്സ്. ഇനി നോക്ക് 3 റെസിപ്രോക്കൽ നോക്കാം. കൊസീക്ക് ഇൻവേഴ്സ്, സീക്ക് ഇൻവേഴ്സ്, കോട്ട് ഇൻവേഴ്സ്. സീക്ക് ഇൻവേഴ്സ് ഡൊമെയിൻ എന്ന് പറയുന്നത് നമുക്കറിയാം. ഇപ്പോൾ സീക്കിൽ എക്സിൻ്റെ സ്ഥാനത്ത് നിന്ന് കോസ് ഇൻവേഴ്സ് എക്സിൻ്റെ ഡൊമെയിൻ എന്താ? -1 to 1 അല്ലേ. ഇപ്പം നമ്മൾ സീക്ക് ഇൻവേഴ്സ് നമ്മൾ 1/2 എന്ന് കൊടുത്താൽ അത് കോസ് ഇൻവേഴ്സ് എന്താകും? 1/2ൻ്റെ റെസിപ്രോക്കൽ 2 ആവും. പക്ഷെ മാക്സിമം വാല്യൂ ഓഫ് കോസ് ഇൻവേഴ്സ് എന്താ? കോസിൻ്റെ മാക്സിമം വാല്യൂ എന്താ? 1. അപ്പോൾ ഇവിടെ നമുക്ക് ക്യാപിറ്റൽ ആർ ഇതിൻ്റെ ഡൊമെയിൻ എന്ന് പറയുന്നത് R -1 അതത്രയും നമ്മൾ മാറ്റണം. റേഞ്ച് R- മീൻസ് സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സ് എക്സെപ്റ്റ് ദിസ് ഇൻ്റർവൽ. ഇതൊഴികെ ബാക്കി എന്ത് റിയൽ നമ്പറും എന്നാണ് മീൻ ചെയ്യുന്നത്. ഇനി റേഞ്ച്. ഇപ്പോൾ സീക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ കോസ് ഓർക്കുക. കോസ് ഇൻവേഴ്സ് എക്സിൻ്റെ റേഞ്ച് എന്താ? 0 to π അല്ലേ. ആ 0 to πന്ന് നമ്മൾ എന്ത് മൈനസ് ചെയ്താൽ മതി? സീക്ക് 90 വരത്തില്ല. ഇതൊഴികെ ബാക്കിയെല്ലാം. അതാണ് നമ്മൾ ആ π/2നെ നമ്മൾ മാറ്റുന്നത്. 0π - π/2. അപ്പം നമ്മൾ സീക്ക് എന്ന് പറയുമ്പോൾ ഏതോർക്കണം? കോസ്, റെസിപ്രോക്കൽ കോസ്. കോസിൻ്റെ കോസിൻ്റെ 6ൻ്റെ ഡൊമെയിൻ എന്താണ്? 0 to π. അതിൽ നമ്മൾ π/2 അങ്ങ് മാറ്റുക. ഇങ്ങനെ ഇവിടെ 0 to π മൈനസ് സെറ്റ് π/2. π/2 ഒഴികെ ബാക്കിയെല്ലാം നമ്പർ. നെക്സ്റ്റ് കൊസീക്ക് ഇൻവേഴ്സ് എക്സ്. ഗ്രാഫ് കൂടുതൽ സൈൻ ഇൻവേഴ്സ്, കോസ് ഇൻവേഴ്സ്, ടാൻ ഇൻവേഴ്സ് ആണ്. അതുകൊണ്ടാണ് ഞാൻ ബാക്കി മൂന്നും ജസ്റ്റ് നമുക്ക് പറയാം, ഗ്രാഫ് പറയുന്നില്ല. കൊസീക്ക് ഇൻവേഴ്സ് എക്സ്. ഇവിടെ ഡൊമെയിൻ എന്ത് വരും? R -1 റേഞ്ച്. നമ്മൾ സൈൻ ഇൻവേഴ്സ് എക്സ്, കോസ് ഇൻവേഴ്സ് എക്സ് പറഞ്ഞ പോലെ തന്നെയാണ്. നമുക്ക് 1/2 ഇപ്പോൾ കൊടുക്കുകയാണെങ്കിൽ ഇവിടെ സൈൻ ഇൻവേഴ്സ് 2 ആകും. അപ്പോൾ അതുകൊണ്ടാണത് നമ്മളത് ഒഴിവാക്കുന്നത്. സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സ് എക്സെപ്റ്റ് ദിസ്. റേഞ്ച് -π/2 to π/2 -0. നമ്മളിവിടെ 0 എന്താ എടുക്കാൻ കാരണം? സൈൻ 0 ആണ്. അപ്പോൾ 1/0 വന്നാലോ അത് നോട്ട് ഡിഫൈൻഡ് ആവും അല്ലേ. അതുകൊണ്ടാണ് നമ്മൾ -π/2 to π/2 മൈനസ് സെറ്റ് 0. കോട്ട് ഇൻവേഴ്സ് എക്സ്.
ഡൊമെയിൻ ഇത് 6 തന്നെയാണ്. ഇവിടെ റേഞ്ച് ക്ലോസ്ഡ് എന്നുള്ളത് മാറ്റിയാൽ മതി. കോട്ട് ഇൻവേഴ്സ് ഓർക്കുമ്പോൾ കോസ് ബൈ സൈൻ, കോസിൻ്റെ എന്താണ് 0 to π, ക്ലോസ്ഡ് ഇവിടെ ഓപ്പൺ ആക്കിയാൽ മതി. ഇത്രയേ ഉള്ളൂ. കോട്ട് എക്സ് എന്ന് പറഞ്ഞാൽ എന്താ കോസ് എക്സ് ബൈ സൈൻ എക്സ്. ഇത് നമ്മൾ കോട്ട് ഇൻവേഴ്സ് എക്സിൻ്റെ ഓർക്കുമ്പോൾ ആ കോസിൻ്റെ ന്യൂമറേറ്ററിൽ കോസിൻ്റെ ഓർത്താൽ മതി. പക്ഷെ ഇവിടെ എന്തെഴുതിയാൽ മതി ഓപ്പൺ 0 π. നിങ്ങൾ ഡൊമെയിൻ റേഞ്ച് എല്ലാം പഠിക്കുക. നമുക്ക് പ്രിൻസിപ്പൽ വാല്യൂ എന്ന് നോക്കാം. പ്രിൻസിപ്പൽ വാല്യൂ എഴുതുന്ന ഒരു ക്വസ്റ്റ്യൻ ഷുവറാണ് കേട്ടോ. നമുക്ക് 6 ഇൻവേഴ്സ് ട്രിഗണോമെട്രി ആണല്ലോ. സൈൻ ഇൻവേഴ്സ്, കോസ് ഇൻവേഴ്സ്, ടാൻ ഇൻവേഴ്സ്, കൊസീക്ക് ഇൻവേഴ്സ്, സീക്ക് ഇൻവേഴ്സ്, കോട്ട് ഇൻവേഴ്സ്. അതിൽ ഏതിനും പോസിറ്റീവാണ് വരുന്നതെങ്കിൽ നമ്മൾ ജസ്റ്റ് അക്യൂട്ട് എഴുതിയാൽ മതി. ഫോർ എക്സാമ്പിൾ ടാൻ ഇൻവേഴ്സ് 1. ആദ്യം നമുക്ക് എഴുതാം ടാൻ π/4. π/4 എന്ന് പറഞ്ഞാൽ അറിയാലോ 180/4 45 ഡിഗ്രി. ടാൻ 45 ആണ് 1. ഇത് പോസിറ്റീവ് 1 ആണ് അല്ലേ. ഇപ്പോൾ പ്രിൻസിപ്പൽ വാല്യൂ എന്ത് വരും? പ്രിൻസിപ്പൽ വാല്യൂ ഓഫ് ടാൻ ഇൻവേഴ്സ് 1 ഈസ് π/4. നമുക്ക് ഇത് വാല്യൂ വരുന്നത് ഏത് അക്യൂട്ട് ആംഗിൾ ആണോ ആ അക്യൂട്ട് ആംഗിൾ ഇവിടെ അങ്ങ് എഴുതിയാൽ മതി. അപ്പോൾ ഇവിടെ പോസിറ്റീവ് ആണെങ്കിൽ അത് 6 എണ്ണത്തിന് 6 ഇൻവേഴ്സിനും ഇൻവേഴ്സ് ട്രിഗണോമെട്രിയിലും ഇവിടെ പോസിറ്റീവ് വാല്യൂ വന്നാൽ നമ്മളത് സാറ്റിസ്ഫൈ ചെയ്യുന്ന അക്യൂട്ട് മാത്രം എഴുതിയാൽ മതി. ഓക്കെ. നമുക്ക് നെഗറ്റീവ് വന്നാൽ എങ്ങനെ വരുമെന്ന് നോക്കാം. സൈൻ ഇൻവേഴ്സ്, കൊസീക്ക് ഇൻവേഴ്സ്, ടാൻ ഇൻവേഴ്സ്. ഇതിനാണ് നെഗറ്റീവ് വാല്യൂ വരുന്നതെങ്കിൽ നമ്മൾ ഈ വാല്യൂ സാറ്റിസ്ഫൈ ചെയ്യുന്ന അക്യൂട്ട് എഴുതുക, അതിൻ്റെ കൂടെ ഒരു മൈനസ് അങ്ങ് കൊടുത്താൽ മതി. അങ്ങനെ ഓർത്താൽ മതി. എളുപ്പവഴി ഉള്ള ഇതാണ് കേട്ടോ പറയുന്നത്. ഫോർ എക്സാമ്പിൾ കൊസീക്ക് ഇൻവേഴ്സ് -2. നമ്മൾ കൊസീക്കിൻ്റെ റെസിപ്രോക്കൽ എന്താ സൈൻ. അപ്പോൾ -1/2. സൈൻ 1/2 വരുന്നത് ഏതാണ് 30 അല്ലേ. സൈൻ കൊസീക്ക് 30ക്ക് നമുക്ക് റേഡിയൻ മെഷർ ഇവിടെ എഴുതാവൂ കേട്ടോ. π/6 = 2. നമുക്ക് പ്രിൻസിപ്പൽ വാല്യൂ എന്തെഴുതാം? നമുക്ക് അക്യൂട്ട് കിട്ടി. ഏതാണ് π/6. അതിൻ്റെ കൂടെ ഒരു നെഗറ്റീവ് സൈനും കൂടെ അങ്ങ് കൊടുത്താൽ പ്രിൻസിപ്പൽ വാല്യൂ ഓഫ് കൊസീക്ക് ഇൻവേഴ്സ് പ്രിൻസിപ്പൽ വാല്യൂ ഓഫ് കൊസീക്ക് ഇൻവേഴ്സ് -2. Principal value of cosec inverse 2 that is equal to π/6. നമുക്ക് നിങ്ങൾ ഇത്ര ഓർക്കുക. സൈൻ പിന്നെ അതിൻ്റെ റെസിപ്രോക്കൽ കൊസീക്ക് പിന്നെ ടാൻ. സൈൻ ഇൻവേഴ്സ്, കൊസീക്ക് ഇൻവേഴ്സ്, ടാൻ ഇൻവേഴ്സിന് മൈനസ് വന്നാൽ അത് സാറ്റിസ്ഫൈ ചെയ്യുന്ന അക്യൂട്ട് എഴുതിയിട്ട് അതിൻ്റെ കൂടെ എന്ത് കൊടുക്കണം? ഒരു മൈനസ്. ഇപ്പോൾ മൈനസ് ആണ് വരുന്നതെങ്കിൽ ഇവിടെ മൈനസ് അക്യൂട്ട്, പോസിറ്റീവ് 2 ആണെങ്കിൽ പോസിറ്റീവ്. ജസ്റ്റ് അക്യൂട്ട് അങ്ങ് എഴുതിയാൽ മതി. ഇവിടെ ക്വസ്റ്റ്യൻ -2 ആയിരുന്നു അല്ലേ. അപ്പോൾ ആദ്യം 2 വരുന്ന ആംഗിൾ ഏതാണെന്ന് ഇവിടെ എഴുതുക, എന്നിട്ട് അതിൻ്റെ കൂടെ ഒരു മൈനസ് കൊടുത്താൽ മതി. ഒരു എക്സാമ്പിളൂടെ നോക്കാം. സൈൻ ഇൻവേഴ്സ് -√3/2. സൈൻ √3/2 വരുന്നൊക്കെ അറിയാമല്ലോ. സൈൻ 60 π/3 റേഡിയൻ മെഷർ എഴുതുക. therefore principal value is equal to പ്രിൻസിപ്പൽ വാല്യൂ സൈൻ ഇൻവേഴ്സ് -√3/2 നമ്മൾ എന്ത് എഴുതിയാൽ മതി? മൈനസ് കൊടുക്കുക, എന്നിട്ട് ഈ π/3 എഴുതുക. ഓക്കെ. നമുക്ക് ബാക്കി 3 ഉണ്ടല്ലോ. കോസ് ഇൻവേഴ്സ്, സീക്ക് ഇൻവേഴ്സ്, കോട്ട് ഇൻവേഴ്സ്. അതിന് നോക്കാം. പോസിറ്റീവ് ആണ് എല്ലാം, ജസ്റ്റ് അക്യൂട്ട്. കോസ് ഇൻവേഴ്സ്, കോട്ട് ഇൻവേഴ്സ്, പിന്നെ കോസിൻ്റെ റെസിപ്രോക്കൽ. കോസ് കോട്ട് അങ്ങനെ ഓർത്താൽ, പിന്നെ കോസിൻ്റെ റെസിപ്രോക്കൽ. ഇതിനാണ് നെഗറ്റീവ് വാല്യൂ വരുന്നതെങ്കിലോ π- അക്യൂട്ട്. ഫോർ എക്സാമ്പിൾ കോസ് ഇൻവേഴ്സ് -1/2. കോസ് 1/2 വരുന്നത് ഏതാണ്? കോസ് 60 ആണ് അല്ലേ. അപ്പോൾ കോസ് 60ക്ക് നമുക്ക് എന്ത് എഴുതാം? കോസ് π/3 ദാറ്റ് ഈസ് ഈക്വൽ ടു 1/2. therefore principal value is equal to
നമ്മൾ എന്ത് ചെയ്യണം? പൈ മൈനസ് എഴുതിയിട്ട് ഈ വാല്യൂ π/3 3π മൈനസ് π 2π/3. കോസ് ഇൻവേഴ്സ്, കോട്ട് ഇൻവേഴ്സ്, സീക്ക് ഇൻവേഴ്സ്. അതിന് നമ്മൾ നെഗറ്റീവാണ് വരുന്നതെങ്കിൽ ആദ്യം ഇത് സാറ്റിസ്ഫൈ ചെയ്യുന്ന അക്യൂട്ട് എഴുതുക. എന്നിട്ട് അതിന് മുമ്പ് എന്ത് കൊടുക്കണം? പൈ മൈനസ് ഒന്ന് ചേർക്കുക. എന്നിട്ട് 3π മൈനസ് π 2π/3. ഒരു എക്സാമ്പിൾ ഇവിടെ നോക്കാം. കോട്ട് ഇൻവേഴ്സ് -1. കോട്ട് 1 വരുന്ന ഏതാണ്? π/4. കോട്ട് π/4 that is equal to 1. Therefore, principal value of cot inverse -1 is equal to π minus π/4. 4π minus π. LCM എടുത്തു. 3π/4. ഇത്രയേ ഉള്ളൂ. നോക്ക്, tan ഇൻവേഴ്സ് -√3. √3 വരുന്ന ഏതാണ്? 60. π/3. ഇപ്പോൾ പ്രിൻസിപ്പൽ വാല്യൂ ഓഫ് tan ഇൻവേഴ്സ് -√3 ആണെങ്കിൽ -π/3. അങ്ങനെ എഴുതും. നമുക്ക് ബാക്കി ഒരു എക്സസൈസുള്ള നമുക്ക് അടുത്ത ഇതിൽ നോക്കാം. അതിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ്. നിങ്ങൾക്കൊരു ഐഡിയ കിട്ടിക്കാണും എന്ന് വിചാരിക്കുന്നു. എല്ലാവരും നന്നായി പഠിക്കുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാ കുട്ടികളോടും താങ്ക്സ്.